കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിളയാണ് പച്ചമുളക്. ഒരു പച്ചമുളക് തൈയെങ്കിലും നട്ടു വളർത്താത്ത ഒരു വീട്ടമ്മയും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. എന്നാൽ നല്ല പോലെ പരിചരിച്ച് നാം നട്ടു വളർത്തുന്ന പച്ചമുളക് തൈ വളർന്ന് പൂവിടാറാകുമ്പോഴായിരിക്കും ഇലകളെല്ലാം ചുരുണ്ടുകൂടി വളർച്ച മുരടിച്ച് ആകപ്പാടെ വാടി തൈകൾ തന്നെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥ വരാറുള്ളത്. ഏത് പച്ചക്കറി ചെടികൾ നട്ടാലും ഇങ്ങനെ പല കീടങ്ങളും ആക്രമിച്ച് തുടർച്ചയായി ചെടികൾ നശിച്ചു പോകുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഒന്നും നടാനുള്ള ഒരു താല്പര്യവും നമുക്ക് ഇല്ലാതാകും. ഇപ്പോഴാണെങ്കിൽ നല്ല ഇനം വിത്തുകളും തൈകളും ഒക്കെ കൃഷിഭവനിൽ നിന്നുമൊക്കെയായി നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാറുമുണ്ട്. പക്ഷേ ഈ ഒരു കീടങ്ങളുടെ പ്രശ്നം കാരണം കൃഷിയോട് തന്നെ മടുപ്പ് വരാറാണ് പലർക്കും ഉണ്ടാവാറ്. എന്നാൽ വളരെ സിമ്പിളായ ചില ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ജൈവ കീടനാശിനി, അതും വളരെയധികം റിസൾട്ട് കിട്ടുന്ന വിധത്തിൽ തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുണ്ടാക്കാനായിട്ട് മറ്റ് കീടനാശിനി തയ്യാറാക്കുന്ന പോലെ വല്ലാത്ത പൈസ ചിലവൊന്നുമില്ല. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പുളിച്ച കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുക്കാനായിട്ട് കഞ്ഞിവെള്ളം 1-2 ദിവസം ഒന്ന് പഴകിയാൽ മാത്രം മതി. അപ്പോൾ ഒരു ബക്കറ്റിലേക്ക് ഏകദേശം 1 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കണം. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണം എടുത്തോളൂ. ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നേർപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു സ്പ്രെയറിലേക്ക് ഒഴിച്ച് ചെടികളുടെ ഇലകളിലെല്ലാം നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നേരിട്ട് കൈകൊണ്ട് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. സ്പ്രെയർ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് മുളകിൻ്റെ തടത്തിലും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുളകിൻ്റെ തടത്തിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഇനി നിലത്താണെങ്കിൽ പോലും മുളകിൻ്റെ തടത്തിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം സൈഡിലുള്ള മണ്ണൊക്കെ ചെടിയുടെ കടക്കിലേക്ക് കൂട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് സൈഡിലായിട്ട് ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. മുളക് ചെടി പൂവിടാറായ ഘട്ടത്തിലൊക്കെയാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ വിരിയുന്ന പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ നിറയെ മുളകുകളുണ്ടാവും. കാന്താരി മുളകിനൊക്കെ ഇത് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ ഇല കാണാത്ത വിധം കാന്താരി മുളകളുണ്ടാവും. ഇത് ഒരു തവണ ഉപയോഗിച്ചതിന് ശേഷം ഇതിന് ഒരു ഗുണവുമില്ല എന്ന് കമൻറ്റ് ചെയ്തേക്കരുത്. കാരണം യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഈ ഒരു ജൈവ കീടനാശിനി ആഴ്ചയിൽ 2 തവണ വീതം സ്പ്രേ ചെയ്തും ഒഴിച്ചും കൊടുത്തു നോക്കൂ. ഒരു മാസത്തിനുള്ളിൽ തന്നെ കുരുടിപ്പും മുരടിപ്പും മാറി നിറയെ പൂവിട്ട് ചെടി തിങ്ങി നിറഞ്ഞ് മുളക് ഉണ്ടാകുന്നത് കാണാം. അതേപോലെ തന്നെ മുളക് താഴ്ച വളരാനുള്ള മറ്റൊരു മാർഗമാണ് ഉള്ളിത്തൊലി. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉള്ളിയുടെ തൊലി, സബോളയുടെ തൊലി, വെളുത്തുള്ളിയുടെ തൊലി ഇതൊന്നും പാഴാക്കി കളയാതെ ഒന്ന് ചെറുതായി ഉണക്കിയതിന് ശേഷം മുളക് ചെടിക്ക് ചുറ്റും ഇട്ട് കൊടുത്തു നോക്കൂ. കീടശല്യമെല്ലാം പതുക്കെ പതുക്കെ മാറി ചെടി വളരുന്നത് കാണാം. ജൈവ കീടനാശിനി ആയതുകൊണ്ട് എല്ലാത്തിനും കുറച്ച് സമയം വേണമെന്ന് മാത്രം. അതുപോലെ പച്ചമുളക് തൈകൾ നടുമ്പോൾ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഇനി നിലത്തോ ഒക്കെ നടുമ്പോൾ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം തൈകൾ നടേണ്ടത്. ചുരുങ്ങിയത് 6 മുതൽ 8 മണിക്കൂർ വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം മുളക് ചെടികൾക്ക് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ മണ്ണിൻ്റെ pH ലെവൽ 6 മുതൽ 8 വരെ ആയിരിക്കുകയും വേണം. എന്തായാലും മണ്ണ് തയ്യാറാക്കുമ്പോൾ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം തൈകൾ നടാനായിട്ട്. അതേപോലെ ആരോഗ്യമുള്ള മുളക് തൈകൾ ലഭിക്കണമെങ്കിൽ നല്ല ഉയർന്ന ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, മുളക് ചെടി ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെയാണ് നമ്മൾ നടുന്നതെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ അടിയിൽ ഹോളുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അതോടൊപ്പം വേരോട്ടം നന്നായി ഉണ്ടാവാനായിട്ട് നല്ല ഇളക്കമുള്ള മണ്ണിൽ നടാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിലുണ്ടായാൽ ഒരു കീടവും ആക്രമിക്കാതെ മുളക് ചെടികൾ തഴച്ചു വളരുമെന്നത് 100% ഉറപ്പാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാമെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.